മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഈ നമുക്കറിയാമല്ലോ അവിടെ അജിത് പവാർ NCP-നെ പിളർത്തിക്കൊണ്ട് ശരത് പവാറിനിട്ട് പണി കൊടുത്തിട്ട് എംഎൽഎമാരെ കൊണ്ടുപോയ കഥ അറിയാമല്ലോ. പക്ഷേ ഇപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ശരത് പവാറിന് വലിയ ജനകീയ പിന്തുണ. കാരണം അദ്ദേഹം നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും അനിശ്ചിതനായ നേതാവാണ് മഹാരാഷ്ട്രയിൽ, ഒരു സംശയം വേണ്ട. അദ്ദേഹത്തെ ഒന്നും പിളർത്തിക്കൊണ്ട് പോയാൽ അത് അവിടുത്തെ ജനം ഒരു പരിധിക്കപ്പുറം അംഗീകരിച്ചു കൊടുക്കും. അജിത് പവാർ അവിടെ ശരത് പവാറിന്റെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നൊരു പൊതുവായ അഭിപ്രായം അവിടെ വരുന്നുണ്ട്. കോടതി ഉൾപ്പെടെ പറഞ്ഞു. അതെ അതെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പറയാനുള്ളത്. മുംബൈയിൽ നിന്ന് പ്രേംലാൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ടതിന് ശേഷം നമുക്ക് പാലക്കാട്ടേക്ക് മടങ്ങി വരാം. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 20 നടക്കാനിരിക്കെയാണ് കോടതിയുടെ ശാസന അജിത് പവാർ പക്ഷത്തിന് തിരിച്ചടിയാകുന്നത്. പ്രചാരണത്തിൽ ശരത് പവാറിന്റെ ചിത്രമോ വീഡിയോയോ ഉപയോഗിക്കരുതെന്നും പവാറിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. സ്ഥാനാർത്ഥികളെ ചൊല്ലി മഹായുതി സഖ്യത്തിൽ BJP-യിൽ നിന്നും ഷിൻഡെ പക്ഷം ശിവസേനയിൽ നിന്നും എതിർപ്പുകൾ നേരിടുന്നതിനിടയിലാണ് കോടതി ഇടപെടൽ പവാർ പക്ഷത്തിന് വീണ്ടും വെല്ലുവിളിയാകുന്നത്. ഇതോടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അജിത് പവാർ പക്ഷത്തിന് അഗ്നിപരീക്ഷണമായിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇക്കുറി കൂടുതൽ വിയോജിപ്പുകളും പ്രതിസന്ധികളുമായി മറ്റൊരു തെരഞ്ഞെടുപ്പിന് അജിത് പവാർ നേരിടുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.